അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഹാജത്ത് നിസ്കാരത്തെക്കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോഴും ധാരണയില്ലാത്ത കുറേ ആളുകളുണ്ട്. ഇത് ചെയ്തു നോക്കാത്തവരുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങൾക്കും ഇടയിൽ നിൽക്കുമ്പോഴും ഇതുവരെയായിട്ട് ഹാജത്ത് നിസ്കാരം ചെയ്തു നോക്കാത്തവരുണ്ട്. അത് ചെയ്തു നോക്കൂ മക്കളെ, അടിപൊളിയാണ് കേട്ടോ. ഹാജത്ത് നിസ്കാരം എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ സാധാരണ സുന്നത്ത് നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കുക. നിയ്യത്ത് മാത്രം വ്യത്യാസമുണ്ട്. എന്താണ്? ആവശ്യം നിറവേറാനുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന നിയ്യത്ത് വെച്ച് 2 റക്അത്ത് നിസ്കാരം മാത്രമേ ഉള്ളൂ. അത് നിസ്കരിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ സ്തുതിച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്വലാത്ത് റസൂലുള്ളാഹിൻ്റെ പേരിലും കുടുംബത്തിൻ്റെ പേരിലും ഒരു സ്വലാത്തൊക്കെ ചൊല്ലിയതിന് ശേഷം സൂറത്തുൽ ഹദീദിലെ 3-ാമത്തെ ആയത്തുണ്ടല്ലോ, അത് ഓതുക. ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ളാഹിറു വൽ ബാത്തിൻ വഹുവ ബിക്കുല്ലി ഷൈഇൻ അലീം. ഇത് 141 തവണ ചൊല്ലിയതിന് ശേഷം നിങ്ങൾ എന്ത് ആഗ്രഹവും അള്ളാഹുവിൻ്റെ മുന്നിൽ പറഞ്ഞു നോക്കൂ. എന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആണെങ്കിലും അള്ളാഹു റെഡിയാക്കി തരും. അത് സത്യമാണ്. ഒരുപാട് ആളുകൾക്ക് അനുഭവമുള്ളതാണ്. അപ്പോൾ ഇതുപോലെ അനുഭവമുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അയക്കുകയാണെങ്കിൽ ഇത് മറ്റുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോ വേണമെന്നുള്ളവർ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അസ്സലാമു അലൈക്കും.